വെനസ്വേല, ഇറാൻ, ക്യൂബ. അമേരിക്കൻ സൈനിക അജണ്ടയുടെ പട്ടിക അങ്ങനെ നീളുകയാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെയും പിന്നീട് റഷ്യൻ സൗഹൃദ രാഷ്ട്രങ്ങളെയും ലക്ഷ്യമിടുന്ന അമേരിക്ക മറ്റൊരു ലോകമഹായുദ്ധത്തിന് വഴി തുറക്കുകയാണോ എന്ന ആശങ്ക ബലപ്പെടുകയാണ്. ഉക്രൈന് നേരെ റഷ്യ ആണവായുധ ശേഷിയുള്ള ദീർഘദൂര മിസൈലായ ഒറേഷ്നിക്കോവ് പ്രയോഗിച്ചതും അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി കൂടിയാണ്. 51 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിധി ദിനത്തിലെ വിമാനം എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് പെന്റഗൺ ലാസ് വെഗാസിൽ പ്രത്യക്ഷപ്പെട്ടതും അമേരിക്ക വലുതെന്തോ പ്ലാൻ ചെയ്യുന്നു എന്ന ആശങ്ക ബലപ്പെടുത്തുന്നുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ നാസി ജർമ്മനിയുടെ നേതാവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധക്കൊതിയന്മാരിൽ ഒരാൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴി തുറന്ന നേതാവ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ചെറുതും വലുതുമായ യുദ്ധങ്ങളിലെല്ലാം തന്നെ ഒരു പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന രാഷ്ട്രമാണ് അമേരിക്ക. സാമ്രാജ്യത്വവാദിയും കഠിന ഹൃദയനുമായ ട്രംപിനെ പോലെ ഒരാൾ ഭരണത്തിലിരിക്കുമ്പോൾ അമേരിക്ക തീർത്തും അപകടകാരിയാകും. ജനുവരിയിൽ വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം ട്രംപിന്റെ സൈന്യം ഇടപെട്ട രാജ്യങ്ങളുടെ പട്ടിക ഇങ്ങനെയാണ്: നൈജീരിയ, സൊമാലിയ, യമൻ, ഇറാഖ്, സിറിയ, ഇറാൻ, വെനസ്വേല. ഇതിൽ ആദ്യ 4 രാജ്യങ്ങളിലും ഭീകരവിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിലാണ് അമേരിക്കൻ സേന ഇറങ്ങിയത്. സിറിയയിലും ഇറാനിലും വെനസ്വേലയിലും നിലവിലെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കലായിരുന്നു അമേരിക്കൻ അജണ്ട. വെനസ്വേലയിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങി അവരുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയെ പിടികൂടി. ഭരണം ഇപ്പോൾ ട്രംപിന്റെ നിയന്ത്രണത്തിലാണ്. ഇതിനുശേഷം ട്രംപിന്റെ കണ്ണു പതിഞ്ഞിരിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബോംബിട്ട അമേരിക്ക ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇറാനുമേൽ വീണ്ടും പറന്നിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നും ക്യൂബ, കൊളംബിയ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട്. ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാനിലെ ബാർഗ്രാം വ്യോമതാവളം അതൊരു കാലത്ത് അമേരിക്കയുടെ സൈനിക താവളമായിരുന്നു. അത് വിട്ടു നൽകിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അഫ്ഗാനിസ്ഥാനും ട്രംപിന്റെ ഭീഷണിയുണ്ട്. ഇറാനുമേൽ അമേരിക്കയുടെ സൈനിക നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. BBC പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് നൽകുന്ന വാർത്ത സത്യമാണെങ്കിൽ ഇറാനിൽ ഇതിനോടകം പ്രയോഗിക്കേണ്ട ആയുധങ്ങളെ കുറിച്ച് പെന്റഗൺ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് വിശദീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം. ഇറാനിൽ സൈനിക നടപടി എടുക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വ്യോമാക്രമണം നടത്തി ഇറാനെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അമേരിക്കയുടെ പദ്ധതി. ദീർഘദൂര മിസൈലുകൾ അടക്കം തയ്യാറാകുന്നു എന്നുള്ളതാണ് വിവരം. ആദ്യഘട്ടത്തിൽ സൈബർ ആക്രമണവും അമേരിക്കയുടെ പദ്ധതിയിലുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ പരമാവധി ഇളക്കിവിട്ട് ഇറാൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ് പദ്ധതി. ഇറാനിൽ നടക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി 600ഓളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകളോ വ്യാപാര ഇടപാടുകളോ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ 25% വരെ നികുതി ചുമത്താനും ട്രംപിന്റെ പദ്ധതിയുണ്ട്. അമേരിക്കയുമായി യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അതേസമയം തന്നെ അമേരിക്കയെ അനുനയിപ്പിക്കാൻ ഒരു മധ്യസ്ഥ നീക്കവും ഇറാൻ ഇതിനോടകം തന്നെ നടത്തുന്നുണ്ട്. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെ ഇറാൻ അധികൃതർ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് വൈറ്റ് ഹൗസ് പുറത്തുവിടുന്ന വിവരം. ഇതേ സമയം തന്നെ അമേരിക്കയിൽ സുരക്ഷാ സമിതി യോഗം ചേർന്ന് ഇറാനിൽ നടപ്പാക്കേണ്ട സൈനിക പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യും. പ്രസിഡന്റ് ട്രംപ് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാനിലുള്ള അമേരിക്കൻ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് നേരത്തെ തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക കാലാകാലങ്ങളായി എടുക്കുന്ന നിലപാടുകളുടെ പ്രതിഫലനം തന്നെയാണ് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നിലപാട്. 209 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള ഇറാൻ ഇക്കാര്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപ രാജ്യങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. 1953 മുഹമ്മദ് മൊസാദേക് സർക്കാരിനെ അട്ടിമറിച്ച് പകരം ഷാ മുഹമ്മദ് റെസെ പഹ്ലവിയെ പ്രതിഷ്ഠിച്ചാണ് അമേരിക്ക ഇറാനിൽ ഇറങ്ങിക്കളിക്കാൻ തുടങ്ങിയത്. രാജ്യത്തെ എണ്ണ സമ്പത്ത് ദേശസാൽക്കരിച്ചതാണ് അട്ടിമറി നടത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത്. 1979 ഇസ്ലാമിക് വിപ്ലവം അമേരിക്കൻ പാവ സർക്കാരിനെ പുറത്താക്കി. അമേരിക്കൻ എംബസി വളഞ്ഞ പ്രക്ഷോഭകാരികൾ 52 അമേരിക്കക്കാരെ തടവിലാക്കിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായി ഇല്ലാതായി. ആണവ കരാറിന്റെ പേരിലാണ് അമേരിക്ക ഇറാനെതിരെയും അവിടുത്തെ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെയും നീങ്ങിയത്. പക്ഷേ ഇറാന്റെ ആണവ പരിപാടികൾക്ക് തുടക്കമിട്ടതും അമേരിക്ക തന്നെയാണെന്നുള്ളതാണ് ചരിത്ര വസ്തുത. മുൻ പ്രസിഡന്റ് ഐസൻഹോവറിന്റെ കാലത്ത് ആറ്റം ഫോർ പീസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇറാനിൽ ആദ്യത്തെ ആണവ റിയാക്ടർ സ്ഥാപിക്കപ്പെട്ടത്. 1970കളിൽ ഇറാൻ വൻതോതിലുള്ള ആണവോർജ നിർമ്മാണ പദ്ധതികളിലേക്ക് കടന്നു.
അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും പിന്തുണ അതിനുണ്ടായിരുന്നു. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. 80കളിൽ ഇറാഖിനെതിരെ നടന്ന യുദ്ധത്തോടെയാണ് ആണവായുധ പദ്ധതികളിലേക്ക് കടക്കാൻ ഇറാൻ തീരുമാനിച്ചത്. പാകിസ്ഥാന്റെ ആണവ ശാസ്ത്രജ്ഞൻ AQR ഖാൻ വഴി രഹസ്യമായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ സാങ്കേതിക വിദ്യ ഇറാൻ സ്വന്തമാക്കി. റഷ്യയുടെയും ചൈനയുടെയും സഹകരണത്തോടെ ബുഷേറ ആണവ നിലയം അത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇറാൻ എത്താൻ സാധിച്ചു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതായിട്ടുള്ള 2002 രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ശക്തമായി. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികളുടെ നിബന്ധനകൾ പാലിക്കാൻ ഇറാൻ സന്നദ്ധമായതുമില്ല. 2015 അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായി ഇറാൻ ഒപ്പിട്ട ആണവ കരാർ പ്രകാരം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കപ്പെട്ടു. എന്നാൽ 2018 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിൻവാങ്ങിയതോടെ അമേരിക്കയുടെ ഇറാൻ നയത്തിൽ വൻ വഴിത്തിരിവായി. പലസ്തീനിൽ ഹമാസിനും യമനിൽ ഹൂത്തികൾക്കും ഇറാൻ നൽകുന്ന സൈനിക സാമ്പത്തിക പിന്തുണയുടെ പേരിൽ ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് അമേരിക്കയുടെ മൗനാനുവാദത്തോടെയായിരുന്നു. പിന്നീട് ഇറാന്റെ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് അമേരിക്ക തന്നെയാണ് അവിടെ യുദ്ധവിരാമം സാധ്യമാക്കിയത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള അൽ ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നെങ്കിലും അമേരിക്ക ഇടപെട്ടാണ് അത് തടഞ്ഞത്. ഖമേനിയെ വധിക്കുകയല്ല, അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് തങ്ങളുടെ നയമെന്നാണ് ട്രംപ് അന്ന് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും എണ്ണ വിൽപ്പനയിലെ പ്രതിസന്ധികളും ഇറാനെ കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്കും പണപ്പെരുപ്പത്തിലേക്കുമാണ് എത്തിച്ചത്. അമേരിക്കൻ ഡോളറുമായി വിനിമയ നിരക്ക് താരതമ്യം ചെയ്യുമ്പോൾ 10 ലക്ഷം ഇറാൻ റിയാൽ കൊടുത്താലേ $1 കിട്ടൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അവിടെ ഒരു കപ്പ് ചായ കുടിക്കണമെങ്കിൽ 20,000 ഇറാൻ റിയാൽ കൊടുക്കണം എന്നുള്ളതുകൂടി അറിയണം. ഒരു ഇന്ത്യൻ രൂപ ഇറാൻ റിയാലിലേക്ക് മാറ്റുമ്പോൾ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് പകരം 46,563 ഇറാൻ റിയാൽ കിട്ടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കിയ മതശാസനകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരവും പ്രക്ഷോഭങ്ങളും ഇറാന്റെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇറാന്റെ 31 പ്രവിശ്യകളിലും അതിലെ 181 നഗരങ്ങളിലും ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായി ഭരണ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട്. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന പേരിൽ 2022 പോലീസ് പിടിയിലായ മഹ്സ അമീനി എന്ന 22 വയസ്സുകാരി കസ്റ്റഡിയിൽ മരിച്ചതാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ലോക ശ്രദ്ധയിലെത്തിച്ചത്. വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയുടെയും പേരിൽ ജനം തെരുവിലിറങ്ങിയപ്പോൾ ഇടവേളയ്ക്ക് ശേഷം ഹിജാബ് വിരുദ്ധ സമരങ്ങളും സജീവമായിട്ടുണ്ട്. ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയുടെ വൻ ആസൂത്രണമുണ്ടെന്നാണ് ഇറാന്റെ ആരോപണം. അതിനിടെ ഇറാൻ പരമോന്നത നേതാവ് ഖമേനി തന്റെ ഉറ്റ അനുയായികൾക്കൊപ്പം നാടുവിടാൻ ഒരുങ്ങുന്നെന്നും ഇതിന് സജ്ജമാക്കി വിമാനം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ആത്യന്തികമായി ഇറാന്റെ എണ്ണ നിക്ഷേപങ്ങളിലാണ് അമേരിക്കയുടെ കണ്ണ് എന്നുള്ളത് വ്യക്തമാണ്. ഉക്രൈൻ ഗസ സംഘർഷങ്ങളുടെ പേരിൽ നാറ്റോ അംഗരാജ്യങ്ങളിലും ഗ്രീൻലാൻഡിന്റെ പേരിൽ ഡെൻമാർക്കും അമേരിക്കയോട് കടുത്ത വിയോജിപ്പ് വെച്ചു പുലർത്തുന്നുണ്ട്. ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അമേരിക്കയുടെ ചേരിയിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വീണ്ടും ഒരു ആണവ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആണവ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യത തീരെയില്ല. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണവായുധം ആക്രമണത്തിനല്ല പ്രതിരോധത്തിനാണ് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളുടെ പൊതുനയം. എന്നാൽ ലോകരാജ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് കാത്തിരിക്കണം.